cuties, it's me Neeraj Amos, your Indian secret foodie. Welcome back to my YouTube channel. So ഇന്ന് ഞാൻ ഒരു ഷൂട്ടിന് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ന് 2 ഷൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ഒന്ന് ക്യാൻസൽ ആയി പോയി. ഇന്നലെയാണ് ക്യാൻസൽ ആയി പോയത്. അപ്പോൾ ഞാൻ ഷൂട്ടിന് പോകുന്നത് ലണ്ടനിലാണ്. ഞാൻ ലണ്ടനിൽ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഇങ്ങോട്ട് പോകുന്നത്. ലണ്ടനിൽ സംഭവം ഈ ഫസ്റ്റ് കാർ ഒട്ടിക്ക് അറിഞ്ഞുകൂടെന്നായിരുന്നു എൻ്റെ ഒരു പേടിയും കംപ്ലൈൻറ്റും ഒക്കെ. പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, ഓട്ടിച്ച് ശീലിച്ചാലേ നടക്കുള്ളൂ. പിന്നെ എമിഷൻസോടും കണ്ടീഷൻസോടും കൊണ്ട്, പക്ഷെ കുഴപ്പമില്ല, എന്നാൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത്, നമ്മൾ ഇന്നൊരു ഷൂട്ടിന് പോവുകയാണ്. ലൈക്ക് എൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ്. ഭയങ്കരമായിട്ട് തീം ചെയ്തിട്ട് ഒരു സൂപ്പർ ഷൂട്ടാണ് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ഇത്രയും ദൂരമൊന്നും ഒരു ഷൂട്ടിന് വേണ്ടി ഒരിക്കലും പോകത്തില്ല. പക്ഷെ എനിക്ക് അവർ അയച്ചു തന്ന കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സും മേക്കപ്പും എല്ലാം അവരാണ് ചെയ്യുന്നത്. എനിക്കത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഒരു ഷൂട്ടിന് പോകുന്നത്. അപ്പൊ എന്റെ ഷൂട്ടിന്റെ വിശേഷങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പോകുന്നതും അതും ഇതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നല്ല തിരക്കുണ്ട്. സത്യം പറഞ്ഞാൽ 2 മണിക്ക് എത്തേണ്ടതാണ് നമുക്ക്. ഇപ്പൊ ഏകദേശം 3:16 ആകുമ്പോഴാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഭയങ്കര തിരക്ക്, ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെയാണ്. സോ എന്റെ ഷൂട്ടിന്റെ കുഞ്ഞു വിശേഷങ്ങളും ആ ഒരു ഷൂട്ടിന്റെ മോഡലും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഏകദേശം ഞങ്ങൾ അവിടെ റീച്ചായി ചെന്ന് ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ലൊക്കേഷനിലോട്ട് പോകുന്നത്. ആ ഒരു തീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തീം. അത് ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു പേടി എനിക്കുള്ളൂ. സത്യം ഫസ്റ്റ് ഒരു ഓണത്തിന്റെ ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നീട് അവർ തീം മാറ്റിയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് 2.5 മണിക്കൂർ 3 മണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങളിപ്പോൾ പോവുകയാണ്. എനിവേ വിശേഷങ്ങൾ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഹലോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടത്. എന്തായാലും അവിടെ ചെന്നിട്ട് മാറ്റണം. അപ്പം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. മുഖമൊക്കെ ഇങ്ങനെ ഒരുമാതിരി തടിച്ചിട്ടിരിപ്പുണ്ട്, കാരണം ഉറക്കം ശരിയാവാഞ്ഞിട്ട്. എന്നാലും കുറച്ച് ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നുമില്ല. സോ ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുവാണ്. അപ്പം റെഡി ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഒരു 5 to 10 മിനിറ്റിനുള്ളിൽ. എന്നിട്ട് കാണാം. ബൈ. സോ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേരള കഫേൻ്റെ മുന്നിൽ വന്നിട്ട് നമ്മളൊരു പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു റോള് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബീഫ് റോള്, പൊറോട്ടയിൽ ഒരു ബീഫൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു റോള് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം കേരള കഫേൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കുറേ കാര്യങ്ങൾ, കാറിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടയറൊക്കെ ചെക്ക് ചെയ്യും, പിന്നെ പ്രഷറൊക്കെ ചെക്ക് ചെയ്യും. ടയറിൻ്റെ പ്രഷർ ഇട്ടോ എൻ്റെ അല്ല. ഫ്യൂവലൊക്കെ ഫുള്ളാക്കിയിട്ടായിരിക്കും ഞാൻ പോകുന്നത്. കാരണം നമ്മളൊരു ലോങ് ജേർണി പോകുമല്ലേ, ഒരു 2 hours to 2.5 hours ഉണ്ട്. അപ്പോൾ അതും ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ അവിടെ കേരള കഫേയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ട റോള്, ബീഫ് പൊറോട്ട റോള് എന്തൊരു യമ്മിയാണെന്നറിയാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാറിൽ എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോഴത്തേക്കും കടയിൽ നിന്ന് ഇത് മേടിച്ച് കാറിലിട്ടേക്കും 4-5 എണ്ണം ഇത് കഴിച്ച് പോകും. നല്ല യമ്മിയാണ്, വയറും പെട്ടെന്ന് ഫില്ലാവും. അപ്പോൾ അങ്ങനെയാണ് കഴിച്ച് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാറിൽ ഫ്യൂവലൊക്കെ ഫുൾ അടിച്ചിട്ടുണ്ട്. ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ സർവീസൊക്കെ കുറേ ഉണ്ട്. എന്തായാലും നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ സർവീസിലൊക്കെ നിർത്തും. എന്നാലും എനിക്കിങ്ങനെ ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് പോകണം എന്നുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഞാൻ കാറ് കൊണ്ട് എവിടെയോ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് 10 മിനിറ്റിന് നടക്കാനുണ്ട്. ഒരു ഇൽഫോളിലുള്ള ഒരു അസ്റ്റേൻ്റെ ഫ്രണ്ടിലാണ് കാറ് പാർക്ക് ചെയ്തത്. ഇനി ആ 10 മിനിറ്റ് നടന്ന് പുള്ളിക്കാരുടെ വീട്ടിലോട്ട് പോകണം. അതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളും പെർമിറ്റ് ഹോൾഡേഴ്സ് ആയതുകൊണ്ട് പാർക്ക് ചെയ്താൽ ഫൈൻ കിട്ടുമോ എന്നൊരു നല്ല പേടിയുള്ളത് കൊണ്ടും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹാർഡ് വർക്ക് എടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ നടന്ന് നമ്മളിപ്പം മാപ്പൊക്കെ ഇട്ട് നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓൾറെഡി നല്ല ലേറ്റായി. 3-4 മണി ആവാറായി. ലൈറ്റ് പോകുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കണം. സോ ഇപ്പോഴാണെങ്കിൽ സമ്മർ മാറി വിൻ്ററായി തുടങ്ങിയതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഇരുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ കുറേ ഒരു ലോങ് ജേർണിക്ക് ശേഷം നമ്മുടെ ഡിസൈനർ പ്ലസ് ബ്യൂട്ടീഷ്യൻ്റെ അടുത്തെത്തി. അപ്പം വലിയ രീതിയിലുള്ള ബ്യൂട്ടീഷ്യനൊന്നും അല്ല. അപ്പം നമ്മൾ നന്ദനയുടെ വീട്ടിലാണ് എത്തിക്കുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫറും എൻ്റെ ഫ്രണ്ടും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ വലിയ രീതിയിലൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ അറിയാവുന്ന പോലെയൊക്കെ ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റാക്കുകയാണ്. പക്ഷേ ഡ്രസ് വാസ് ടു ഗുഡ് എന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് നെക്ക് ഇങ്ങനെ ഒരുപാട് ഡൗൺ നെക്ക് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോയിൽ ഇതൊന്നും അറിയത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.
അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവൾ നല്ലതുപോലെ നന്ദന എന്നാണ് കേട്ടോ കുട്ടീൻ്റെ പേര്. ഐ മേക്കപ്പ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഐ മേക്കപ്പ്. നല്ല വിങ്ങൊക്കെ, നല്ല വലിയ വിങ്സൊക്കെ വരച്ചിട്ട് കണ്ണിൻ്റെ ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ മുഖത്തുള്ള ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒന്നും അങ്ങനെ പുറത്ത് വിസിബിളായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം പിമ്പിൾസ് വന്നതിൻ്റെ ഒരുപാട് മാർക്സും കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ ഇത് മാറ്റിയിട്ട് വന്നില്ല. കാരണം എനിക്ക് ഐ അത്ര പിടിയുള്ള കാര്യമല്ല. അപ്പോൾ ഐ അവൾ നല്ലോണം ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ കാറിൽ ഇരുന്ന് പൊറോട്ട റോള് കഴിച്ചതുകൊണ്ട് തന്നെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് വിശപ്പില്ലായിരുന്നു. പക്ഷേ ബ്യൂട്ടീഷ്യനൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ കാറിലിരുന്ന് ഒരു പൊറോട്ട റോള് കഴിക്കാനാണ് ഉണ്ടായത്. സോ എനിക്ക് തോന്നി കുറച്ചും കൂടി നേരത്തെ എത്താമായിരുന്നു എന്ന്. ഒരു 3 o'clock ഇവർ പറഞ്ഞെങ്കിലും ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 2 o'clock പറഞ്ഞതില്ല. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 4 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടാരും പേടിക്കുന്നത്. ഞങ്ങൾ റെഡിയായി, ഇപ്പം കാറിൽ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവർ എന്തോ എടുക്കാൻ മറന്നു പോയി എൻ്റെ കണ്ണു ലെൻസ് വെച്ചിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? സോ കണ്ണ് ചെറുതായിട്ട് നീറുന്നുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട് എപ്പിംഗ് ഫോറസ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകണം. ഓൾറെഡി ലേറ്റായി, 5 മണിയായി. ഇനി ഡേ ലൈറ്റ് പോകുന്നതിന് മുന്നേ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാടിനുള്ളിലും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി നല്ലൊരു ഇരുട്ടായിരിക്കും. അപ്പം എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു. പിന്നെ ഞാൻ 2 മണിക്കൂറേ ഉള്ളൂ എന്ന് മാപ്പിൽ കണ്ടപ്പോൾ അത് വെച്ചനുസരിച്ച് ഇറങ്ങിയതാണ്. 12 മണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ല. എന്നാലും നല്ല രീതിയിൽ ഷൂട്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കാം. എക്സൈറ്റഡ് ആണ്. പക്ഷേ ഈ തീം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് അയച്ചിരുന്ന പിക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതല്ല ഡ്രസ്സ്, ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരു മേക്കപ്പ് അല്ല ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ബിക്കോസ് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരിക്കും. ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പോയി കാണണം. അപ്പം നമ്മൾ നേരെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുവാണേ. സോ ഫൈനലി നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. ലണ്ടനിൽ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കും. പക്ഷേ അത് ശരിയാണ്. എപ്പിംഗ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റാണ്, നല്ല വലിയ ഫോറസ്റ്റാണ്. ഇവരവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളൊരു ഭയങ്കര ട്രഡീഷണലായിട്ട് എസ്തറ്റിക്കായിട്ടുള്ളൊരു കിഡിലെ ഷൂട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ കാണാം എങ്ങനെയുണ്ടെന്ന്. കുറേ മരങ്ങളും കായ്കളും എല്ലാ സംഭവങ്ങളും നല്ല രസമുണ്ട് കേട്ടോ സ്ഥലം. നമ്മളൊരു കുറച്ച് നേരം നടന്ന് നോക്കിയിട്ട് അപ്പോൾ അവിടെ ചെയ്യുന്നത് നമ്മൾ ഡ്രസ്സിൻ്റെ ബാക്കി സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനുള്ള കലാപരിപാടിയിലേക്ക് കടക്കുകയായിരുന്നു. ഈ ഒരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എത്രത്തോളം ലെങ്തി ഫ്ലഫി ആയിട്ട് ഭയങ്കര ഇതായിട്ട് ഒരുപാട് ലെയറൊക്കെ ആയിട്ട് അവൾ തച്ചതാണ്. അതായത് നന്ദന ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഇതുപോലത്തെ കോസ്റ്റ്യൂമിൽ 2-3 പേരുടെ ഫോട്ടോഷൂട്ട് ഞാൻ പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും നമുക്കൊക്കെ എങ്ങനെയാണോ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടുകയെന്നൊക്കെ. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത്. ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോഴത്തേക്കും പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഷൂട്ടിന് സമ്മതിച്ചത്. അക്ഷയ് അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റും ഇതൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു ലൈറ്റ് ഇവിടെ ഉണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സൺലൈറ്റൊക്കെ പോയി. പിന്നെ ഇരുട്ടത്ത് നമ്മുടെ ഫ്ലാഷ് വെച്ചിട്ട് കുറേ ഫ്ലാഷ് മീൻസ് നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ക്യാമറേൻ്റെ കൂടെ ഒരു ഫ്ലാഷില്ലേ, അത് വെച്ചിട്ട് കുറച്ചധികം ഫോട്ടോസ് എടുത്താൽ ഇറ്റ് വാസ് സോ ഗുഡ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട് ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റും. ഞാനിതിങ്ങനെ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവത്തില്ല. നല്ല ഭംഗിയായിരുന്നു. കുറേ നേരം നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഷൂട്ട് തുടങ്ങി. ഇത്രയും ലെങ്ത് ഉള്ളൊരു ഡ്രസ്സാണ്. ഓരോ തവണ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും ഓരോ ലൊക്കേഷനിൽ പോകുമ്പോഴത്തേക്കും നന്ദന വന്ന് ഹെൽപ്പ് ചെയ്തിട്ടെല്ലാം വാരി പറക്കി തറയിൽ വീഴാണ്ട് തെന്നിയും മാറിയൊക്കെയാണ് ഞങ്ങൾ ഷൂട്ടിന് പോയിക്കൊണ്ടിരുന്നത്. കാരണം കണ്ടോ എന്ത് ക്യൂട്ടാണ്. എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്നടുത്തുനിന്ന് അനങ്ങാൻ പറ്റത്തില്ല. കുറേ നേരം ഇങ്ങനെ തന്നെ നിൽക്കേണ്ട ഒരവസ്ഥയാണ് വന്നത്. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ചെയ്ത ഒരു ഷൂട്ടായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കോ ടയേർഡാവുകയൊന്നും ചെയ്തില്ല. പിന്നെ വലിയ തണുപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഒരു 7-8 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ തണുപ്പൊക്കെ വന്നു തുടങ്ങി. ആ ഇട്ടിരുന്ന സാധനം ഷൂട്ട് കഴിഞ്ഞ് ഊരാൻ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. പിന്നെ അക്ഷയ് എന്നാണ് ഫോട്ടോഗ്രാഫറിൻ്റെ പേര്. നല്ലോണം എഫേർട്ട് എടുത്ത് ഒരു 10,000-2000 ഫോട്ടോ എങ്കിലും എടുത്തിട്ടുണ്ടാവും. പുള്ളിക്കാരൻ എത്ര എടുത്തിട്ടും അടുത്ത ലൊക്കേഷൻ നോക്കാം, ഇത് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കിടിലമായിട്ട് പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഔട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. നല്ല
അടിപൊളി ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫോട്ടോസായിരുന്നു. ഈ ഒരു ലാമ്പ് അവർ കൊണ്ടുവന്നതാണ്. ഈ ഒരു ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഇത് കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കായിട്ട് വരും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഇട്ടിരുന്ന സ്കേർട്ടല്ല ആ ഒരു എക്സ്റ്റൻഷൻ കൂടി പറത്തിയിട്ടൊക്കെ ഉള്ളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയും ഫോട്ടോയും എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നോക്കണം. എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോഷൂട്ടായിരുന്നു ഇത്. ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നുമല്ല ചെയ്തത്, പക്ഷേ ചെയ്തപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പേഴ്സണലി അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പക്ക ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. ഞാൻ നാട്ടിൽ വെച്ചിട്ടാണ് ലാസ്റ്റായിട്ടൊരു നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്ദന ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും നന്ദന എനിക്കൊരു റെഫറൻസ് അയച്ചു തന്നപ്പോഴത്തേക്കും അവിടെ ഒരു നോ പറയാൻ എനിക്ക് തോന്നിയില്ല. ഇത്രയും ദൂരം ഉണ്ടാകുന്ന അറിഞ്ഞിട്ടും ഒരു നോ പറയാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ എടുത്ത വീഡിയോ ചെറിയൊരു ഷോർട്ട് റീൽ വീഡിയോ ആണെങ്കിലും ഡീറ്റെയിലുമായിട്ട് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരോ സ്ഥലത്ത് നിന്ന് മാറി മാറി കൈയും എല്ലാ ജുവലറീസും ആക്സസ് ആവുന്ന, അല്ലാതെ എല്ലാ ജുവലറീസും വിസിബിൾ ആവുന്ന രീതിയിൽ ഡ്രസ്സിൻ്റെ ഓരോ ഭാഗം, നമ്മുടെ ഫേസിൻ്റെ ഓരോ ഭാഗം, നോസ് റിങ്, പിന്നെ ഐസിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഇയറിങ്സ്, ആ ലാമ്പ് എല്ലാം വിസിബിൾ ആവുന്ന രീതിയിൽ ഒരുപാട് നല്ല വീഡിയോസും അവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോഷൂട്ടായിരുന്നു ഇത്. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടൊന്നും ഞാനൊരു ഫോട്ടോഷൂട്ടിന് അങ്ങനെ പോയിട്ടില്ല. പക്ഷേ എനിക്കിതിന് ഒട്ടും തന്നെ നോ പറയാൻ പറ്റില്ല. അവരുടെ എഫേർട്ടാണെങ്കിലും ഒരൊറ്റ ദിവസം കൊണ്ട് ആ കുട്ടി സ്റ്റിച്ച് ചെയ്ത എക്സ്റ്റൻഷനാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. കാരണം തലേ ദിവസം ഞാൻ ഷൂട്ടിന് കൺഫേം പറഞ്ഞ് അടുത്ത ദിവസം പോയി ഡ്രസ്സ് എടുത്തിട്ട്, അതായത് തുണി എടുത്തിട്ട് അവൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സാണ്. ഇതൊക്കെ വീഡിയോൻ്റെ ഒരു ഭാഗമായിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇതും വെച്ച് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തട്ടി വീഴും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും നടക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നല്ല അടിപൊളി ഷൂട്ട് ഞങ്ങൾ ഒപ്പിച്ചെടുത്തു. പിന്നെ എനിക്ക് ഫോട്ടോ എടുത്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആംബിയൻസ് ഇതായിരുന്നു. പുറകിൽ ഒടിഞ്ഞു കിടക്കുന്ന മരമൊക്കെ ആയിട്ട് അവിടെ നിന്നും ഞങ്ങൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലുണ്ടായി. പക്ക പ്രൊഫഷണലായിട്ട് ഞങ്ങൾ ആൾക്കാർ കുറച്ചെണ്ണം ഉള്ളത് കൊണ്ട് വീഡിയോ എടുക്കുന്നത് ഒരാൾ, ലൈറ്റ് പിടിക്കുന്നത് ഒരാൾ, ഫോട്ടോ എടുക്കുന്ന ഒരാൾ. എനിക്ക് പിന്നെ പോസിബിൾ മാത്രമായിരുന്നു പണി. പിന്നെ എൻ്റെ ചില ആംഗിളിൽ നോക്കുമ്പോൾ എനിക്ക് ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും ചേരത്തില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫേസ് ആണ് ഫോട്ടോഷൂട്ടിന് എനിക്ക് ചേരുന്നതെന്ന്. അപ്പോൾ ഞാനും ഇതിൽ ചെറിയ 2-3 ഫോട്ടോസൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആറ്റിറ്റ്യൂഡ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. കാരണം എൻ്റെ ഐബോൾസ് ആണെങ്കിലും ഒരുപാട് അറ്റത്തായി പോയ പോലെ. പിന്നെ എൻ്റെ മുഖത്ത് അങ്ങനെ ആറ്റിറ്റ്യൂഡ് വരത്തില്ല. നോർമലായിട്ട് ദേഷ്യപ്പെടാൻ പറഞ്ഞാലോ അല്ലെ ആറ്റിറ്റ്യൂഡ് ആക്കാൻ പറഞ്ഞാലോ ഞാൻ പിന്നെ പക്ക പ്രൊഫഷണലായിട്ട് ഓടിച്ചാടി അങ്ങ് ചെയ്യും. പക്ഷേ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഒട്ടും വരത്തില്ല. നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരുപാട് മെസ്സേജസും എനിക്ക് ഒരുപാട് റിക്വസ്റ്റൊക്കെ വരുന്നുണ്ട്, ഫോട്ടോഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ, ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ ഒഴിവാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മാക്സിമം ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഫ്രം കോവൻട്രി, ഞാൻ കോവൻട്രിയാണ്, അവർ മെസ്സേജ് അയക്കുന്നത് ഫ്രം ലണ്ടനിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഞാൻ നോർമലായിട്ടുള്ള ഫോട്ടോഷൂട്ടൊന്നും പേരല്ല ചെയ്യുന്നത്, പക്ഷേ കുറേ ദൂരമൊക്കെ ആണെങ്കിൽ ഞാൻ ട്രാവലൊക്കെ മേടിക്കാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോഴും നന്ദന വന്ന് ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പാവം കുട്ടി എന്നെക്കാളും ഫോട്ടോഗ്രാഫറിനെക്കാളും ഏറ്റവും കൂടുതൽ മെനക്കെട്ടത് പാവം നന്ദനയാണ്. കാരണം അവൾ ഡിസൈൻ ചെയ്ത ഒരു ലുക്കാകുമ്പോഴത്തേക്കും അത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഓരോ ഫോട്ടോഷൂട്ടിൻ്റെ ഓരോ ദിക്കിലേക്ക് പോകുമ്പോഴത്തേക്കും എൻ്റെ പുറകിലേ ഇങ്ങനെ വന്നിട്ട് ഡ്രസ്സ് ശരിയാക്കി ഇട്ട് തരലാണ് പാവം കുട്ടീൻ്റെ പണി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദൂരോട്ടുള്ള ഫോട്ടോഷൂട്ടുകളിലൊക്കെ ഞാനിങ്ങനെ നോർമലായിട്ട് ചെയ്യാറില്ല. ഇതാണ് ഞാൻ പറയുന്നത്. അവൾ ഫസ്റ്റ് എനിക്ക് റെഫറൻസ് അയച്ചു തന്നപ്പോൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷൂട്ടിന് യെസ് പറഞ്ഞത്. അപ്പം ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്, ലണ്ടനിൽ ഇങ്ങനെ ഫോട്ടോഗ്രാഫറാണ് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വെച്ചിട്ട്. പിന്നെ നല്ല പ്ലേസ് ഉള്ളത് ലണ്ടനിൽ തന്നെ കേട്ടോ. കോവൻട്രിയിൽ നിന്ന് ലണ്ടൻ വരയ്ക്ക് 2.5 hours ട്രാവൽ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്തൊന്നും എനിക്ക് അത്രയും ദൂരം യാത്ര ചെയ്ത് പോകാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഡ്രസ്സ് ഇങ്ങനെ പൊക്കിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഇടുന്ന മാതിരി ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന്. അതൊരു വീഡിയോ ആയിട്ടും എടുത്തു, അതൊരു ഫോട്ടോ ആയിട്ടും എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഫോട്ടോസൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്ന ക്യാൻഡിഡ് ഫോട്ടോസൊക്കെ ആയിരുന്നു എനിക്കിഷ്ടം. ഈ ഒരു ഫോട്ടോയും അടിപൊളി ഔട്ടാണ് കിട്ടിയേക്കുന്നത്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എൻ്റെ ഫോട്ടോ ഷൂട്ടിങ്ങിനെ എടുക്കാൻ ഒരുപാട് പേര് ചോദിക്കുമ്പോഴും കോവൻട്രിയിലേക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്, വന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. നോർമലി അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കോവൻട്രിയിലും കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ഓണത്തിൻ്റെ ഷൂട്ട് ചെയ്തത് കൂമ്പാമ്പേ പാർക്ക് എന്ന് പറഞ്ഞിട്ട് കോവൻട്രിയിലുള്ളൊരു പാർക്കിലായിരുന്നു. അതും ഒരു നല്ലൊരു
പ്ലേസാണ്. പിന്നെ ഞാൻ ലണ്ടനിലോട്ട് പോവുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കൂടെ പോവുകയാണെങ്കിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഷൂട്ടും കൂടി അറേഞ്ച് ചെയ്യുന്നത്. ഷൂട്ടും കൂടി പെട്ടെന്ന് ചെയ്യുന്നത് ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരലാണ് ഉണ്ടായത്. അപ്പം ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ അടുത്ത എനിക്ക് പറയാനുള്ളത് എപ്പിംഗ് ഫോറസ്റ്റിനെ പറ്റിയിട്ടാണ്. എപ്പിംഗ് ഫോറസ്റ്റ് ഇത് എൻ്റെ ഫസ്റ്റത്തെ ഒരു യാത്രയല്ല, 2-3 തവണ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് എപ്പിംഗ് ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ നമ്മൾ പൊന്മുടിയും മറ്റേ അതിൻ്റെ പേരെന്താ, പൊന്മുടിക്കകത്ത് അടുത്തൊരു സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ പോകുന്ന ഒരു ഫീലാണ് എനിക്ക് എപ്പിംഗ് ഫോറസ്റ്റിൽ പോകുമ്പോൾ കിട്ടുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുപോയി നല്ല രാത്രിയിൽ പോയിട്ട് നമ്മുടെ മണിച്ചത്തെ താഴിലെ ഒരു മുറയിൽ വന്ന് പാരായ ആ പാട്ടൊക്കെ ഇട്ട് പേടിപ്പിച്ചിട്ട് ഞാൻ വിറച്ച ഒരു സിറ്റുവേഷൻസൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഡേ ടൈമിൽ പോയതുകൊണ്ട് അത്ര വലിയ പ്രശ്നമുണ്ടാവില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് കേട്ടോ. വലിയ മരങ്ങൾ, നമ്മൾ സാധാ കാടൊക്കെ മരങ്ങളൊക്കെ അടുത്തടുത്തിരുന്ന് ഭയങ്കര ഇരുട്ടായിട്ട്, ഇത് ഒരുപാട് മരങ്ങളൊക്കെ ദൂരെ ദൂരെ ഇരുന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവസാനം അവിടെ മരങ്ങൾ ഒടിഞ്ഞ് കിടക്കുന്ന കിളികളുടെ സൗണ്ട് ഉണ്ട്, എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ്. അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും ഷൂട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനിയും എപ്പിംഗ് ഫോറസ്റ്റിൽ പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം ഇതിന് മുന്നേ 2-3 തവണ പോയപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു മൈൻഡ് പോയില്ല, ഇവിടെ ഒരു ഷൂട്ട് ചെയ്താൽ കൊള്ളാം. പിന്നെ ഇതിനൊരു പെർമിഷൻ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഇതിന് പെർമിഷനൊന്നും വേണ്ട. ഒരുപാട് വിസിറ്റേഴ്സ് വാക്കിങ്ങിനൊക്കെ വരുന്ന ഒരു പ്ലേസാണ് എപ്പിംഗ് ഫോറസ്റ്റിലെ ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത്. പാർക്കിംഗ് പേ ഉണ്ട്. പാർക്കിങ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്യുവാണെങ്കിൽ നമുക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പം ആരും ചോദിക്കാനും പറയാനൊന്നും വന്നില്ല, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അവസാനത്തെ ഒരു ഫോട്ടോ ഈ ഒരു ലുക്കിലൊരു ഫോട്ടോ എടുത്തു. അതും എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് റോഡിലും ചെന്ന് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയി ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ നല്ല ബീഫ് കറിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ പോയത്. പിന്നെ ഉള്ള വെയിറ്റിങ് ഫുള്ളും എപ്പോൾ ഫോട്ടോ കിട്ടും എന്നുള്ളതായിരുന്നു. ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നല്ല ഔട്ടുള്ള കുറേ നല്ല ഫോട്ടോസ് കിട്ടി. എനിവേ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ് അമ്മൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജ് അമ്മൂസ് ഇൻസ്റ്റ ID സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ഫ്രം നീരജ അമ്മൂസ്.